ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന് പറയും പോലെ നവ്യയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതെയാക്കുവാൻ അനാമികയും അമ്മയും ചേർന്ന് കളിച്ച കളികളൊക്കെ ഒടുവിൽ അവർക്ക് തന്നെ വിനയായി വന്നിരിക്കുകയാണ്. പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അനാമികയും അമ്മയും മൂർത്തി സാറിൻ്റെയും മുത്തശ്ശിയുടെയും മുൻപിൽ നിന്നുകൊണ്ട് വിയർക്കുന്ന കാഴ്ച കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. നവ്യയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ വിഷം കലക്കിയ പാല് കുടിച്ച് ദേവയാനി ഒടുവിൽ ആശുപത്രിയിലായിരിക്കുകയാണ്. അതിൻ്റെ പിൻപിൽ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ആ വീട്ടിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നു. ഈ സമയത്ത് നവ്യയും അനാമികയും രേവതിയും മൂർത്തി സാറിൻ്റെയും മുത്തശ്ശിയുടെയും മുൻപിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാഴ്ചയാണ് എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ തന്നെ നാം കാണുന്നത്. രേവതി മൂർത്തി സാറിനോട് പറയുകയാണ്, ദേവയാനി ചേച്ചിയെ മോൾക്ക് ജീവനാണ് സാറേ. അപ്പോൾ മുത്തശ്ശി പറയുന്നു, ആയിക്കോട്ടെ, പക്ഷേ വ്യക്തമായ തെളിവില്ലാതെ ഒരാളെ വിമർശിക്കുന്നത് ശരിയല്ലല്ലോ. നവ്യയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാലാണ് ദേവയാനി ചേച്ചി എടുത്ത് കുടിച്ചത് എന്നുള്ളത് ഉറപ്പാണ് എന്ന് രേവതി പറയുമ്പോൾ ഉടൻ തന്നെ നവ്യ പറയുകയാണ്, അത് ശരിയാണ് പറഞ്ഞത്. എനിക്ക് തരാനാണ് നയന പാല് ചൂടാക്കി വെച്ചത്. പക്ഷേ പിന്നെ അവൾ ചെന്ന് നോക്കുമ്പോൾ ആ പാൽ അവിടെ കണ്ടില്ല. അതിനുശേഷം അവൾ പിന്നെയും പോയി ഫ്രിഡ്ജിൽ നിന്നും പുതിയ പാലെടുത്ത് ചൂടാക്കിയാണ് എനിക്ക് കൊണ്ട് തന്നത്. അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നാണ് അറിയാത്തത്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ, ദേവയാനി പാല് കുടിച്ചിട്ടാണോ അതോ മറ്റെന്തെങ്കിലും അവൾക്ക് സംഭവിച്ചത് കൊണ്ടാണോ ഇങ്ങനെ വന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അറിയാതെ ആരും ആരെയും ഒരു തരത്തിലും വിമർശിക്കരുത്. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആദർശ് അവിടേക്ക് നടന്നു വരികയാണ്. ആശുപത്രിയിൽ നിന്നാണ് ആദർശ് വരുന്നത്. ഉടൻ തന്നെ മൂർത്തി സാർ പറയുകയാണ്, ആഹാ, മോനെത്തിയല്ലോ, എങ്ങനെയുണ്ട് മോനെ? അപ്പോൾ ആദർശ് പറയുന്നു, കുഴപ്പമില്ല മുത്തശ്ശ ഇപ്പോൾ. പക്ഷേ നിന്റെ മുഖം കണ്ടിട്ട് കുഴപ്പമുണ്ടെന്നാണല്ലോ തോന്നുന്നത്. എടാ, എനിക്ക് ആശുപത്രിയിലേക്ക് വിളിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ സത്യം പറയണം. അപ്പോൾ ആദർശ് പരിങ്ങി പറയുകയാണ്, അത് പിന്നെ മുത്തശ്ശ, അമ്മ ഇപ്പോൾ ICUവിലാണ്. ഇത് കേട്ടപ്പോൾ തന്നെ അനാമികയും രേവതിയും നടുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ രാത്രിയിൽ കുടിച്ച പാലാണ് അമ്മയെ വീഴ്ത്തിക്കളഞ്ഞത്. ഉള്ളിൽ നന്നായിട്ട് വിഷം ചെന്നിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പാലിൽ നിന്നും വിഷം ഉള്ളിൽ ചെന്നു എന്ന് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും നവ്യയുമൊക്കെ നടുങ്ങുകയാണ്. ഉടൻ തന്നെ അനാമിക എല്ലാ പരിഭ്രമവും മുഖത്ത് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, കണ്ടോ കണ്ടോ, പാലിൽ നിന്നാണ് വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നത്. ഉടനെ രേവതി, ആ പാല് അടുക്കളയിൽ കാച്ചി വെച്ചത് ആദർശിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആദർശ്, അതുകൊണ്ട് നയന ഈ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാ ജോലികളും ചെയ്യുന്നത് അവൾ തന്നെയാണ്. പക്ഷേ അവൾ ആർക്കും വിഷം വിളമ്പി ഇതുവരെ കൊടുത്തിട്ടില്ല. ഉടൻ നവ്യ പറയുകയാണ്, ആ പാലിനകത്ത് വിഷം ചേർത്തവർ തന്നെയായിരിക്കും ഇപ്പോൾ ബാക്കിയുള്ളവരുടെ മേൽ പഴിചാരുന്നത്. ഇത് കേട്ടിട്ട് മുത്തശ്ശൻ നവ്യെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, വ്യക്തമായ തെളിവുകളില്ലാതെ ആർക്കുമെതിരെ പഴിചാരരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ? മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾക്കെന്താണ് തലയിൽ കയറാത്തത്? വീട്ടിലൊരാൾക്ക് ആപത്ത് വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. തളർന്നുപോയാൽ പഴയപടിയാകുവാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അത് കേട്ടപ്പോഴേക്കും അനാമികയ്ക്കും രേവതിക്കും അല്പം സമാധാനമാകുന്നുണ്ട്. ഉടൻ തന്നെ ആദർശ് പറയുകയാണ്, ഞാൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നയനയും അച്ഛനുമൊക്കെ അവിടെ ഉണ്ടല്ലോ, അവരുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആദർശ് അവിടുന്ന് തിരികെ നടക്കുന്ന സമയത്ത് രേവതി മൂർത്തി സാറിനോട് പറയുകയാണ്, സാറേ, ഈ വീട്ടിലെ ജീവിതം എൻ്റെ മകൾക്ക് സുരക്ഷിതമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നാളെ എൻ്റെ മകൾക്കും ഈ അവസ്ഥ വന്നുകൂടായികയില്ല. ഉടനെ മൂർത്തി സാർ പറയുകയാണ്, അങ്ങനെ രേവതിക്കൊരു സംശയമുണ്ടെങ്കിൽ അനിയുടെ അനുവാദത്തോടുകൂടി ഇപ്പോൾ തന്നെ മകളെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാം. ഇത് കേട്ടപാടെ അനാമികയും രേവതിയും ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ജാള്യത മറച്ചു വെച്ചുകൊണ്ട് രേവതി മൂർത്തി സാറിനോട് പറയുകയാണ്, അയ്യോ സാറേ, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. അപ്പോൾ മൂർത്തി സാർ, ഏതർത്ഥത്തിലാണെങ്കിലും ഭയപ്പെട്ട് നമ്മൾ എവിടെയും ജീവിക്കാൻ പാടില്ല. ഉടൻ തന്നെ അനാമിക പറയുകയാണ്, സോറി മുത്തശ്ശ, അമ്മയുടെ ഉള്ളിലെ ഭയം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നവ്യയുടെ മുഖത്ത് ഒരു ഊറിയ ചിരി പൊട്ടുന്നുണ്ട്. ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനാമികയ്ക്ക് കൺട്രോൾ പോവുകയാണ്. പക്ഷേ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുൻപിൽ നിന്നുകൊണ്ട് ഒന്നും പ്രതികരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുനിഞ്ഞ ശിരസോടുകൂടി അവിടുന്ന് നടന്നകലുകയാണ്. തൊട്ടു പിന്നാലെ രേവതിയും. തുടർന്ന് അനാമിക തൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അനിയെ കാണുന്നു. അനിയെ കണ്ടിട്ട് പറയുകയാണ്, അനി, ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ആരാണ്? നിന്റെ സ്വന്തം വലിയമ്മയല്ലേ? അവരെ കൊല്ലാൻ നോക്കിയതാരാണ്? അവരുടെ സ്വന്തം മരുമകൾ തന്നെ. അവളുടെ ചേച്ചിക്ക് നല്ല അസൽ പശുവിൻ പാൽ കൊടുത്തിട്ട് അവളുടെ അമ്മായിയമ്മയുടെ പാലിനകത്ത് വിഷം കലക്കി. ഉടനെ അനി പറയുകയാണ്, നീ അങ്ങനെ ചെയ്താലും നയനയിടത്തി ഒരിക്കലും അത് ചെയ്യില്ല. എന്തു പറഞ്ഞാലും അവളെ എന്തിനാടാ നീ ഇങ്ങനെ ന്യായീകരിക്കുന്നേ? നീ പറഞ്ഞതിൽ കഴമ്പില്ലാത്തത് കൊണ്ട് തന്നെ. നീയും നിന്റെ അമ്മയും ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ആവർത്തിക്കുന്നത് എന്ന് അനി പറയുമ്പോൾ അനാമിക ചോദിക്കുകയാണ്, അതിനു മുൻപ് ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലേ? സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഇത്രത്തോളം തീക്ഷ്ണമായിരുന്നില്ല കാര്യങ്ങൾ. അബിയും അപ്പച്ചിയും വളഞ്ഞ വഴിയിൽ കൂടി പോകുന്നത് കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ അന്നൊക്കെ നവ്യേടത്തിയുടെ സ്വഭാവവും അത്ര നല്ലതായിരുന്നില്ല. അതിൻ്റെതായ പൊട്ടിത്തെറികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നീ വന്നതിന് ശേഷം അത് രൂക്ഷമായി എന്നാണ് ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞു വരുന്നത് ഞാനും എൻ്റെ അമ്മയും കൂടി നിന്റെ വലിയമ്മയെ ഹോസ്പിറ്റലിലാക്കി എന്നല്ലേ എന്ന് അനാമിക ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ കാണാത്ത കാര്യങ്ങൾ ഒരിക്കലും കണ്ടു എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഏട്ടത്തിയെ നീ കുറ്റപ്പെടുത്തിയാൽ അത് ഞാൻ സഹിച്ചു എന്ന് വരില്ല. നിനക്ക് സഹിക്കാൻ പറ്റില്ല. അത് നിന്റെ കാമുകിയുടെ ചേച്ചിയല്ലേ? അപ്പോൾ അനി പറയുകയാണ്, നന്ദുവിൻ്റെ ചേച്ചിയൊക്കെയാണ്, പക്ഷേ അതിലുപരിയായി അവരെൻ്റെ ഏട്ടത്തിയമ്മയാണ്. ഏട്ടത്തിയമ്മയെന്ന് ഞാൻ അവരെ വിളിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള അർഹത അവർക്കുണ്ട്. അവർ ഈ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഭക്ഷണം മാത്രമേ വെച്ചു വിളമ്പി കൊടുത്തിട്ടുള്ളൂ. അത് മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അച്ഛനുമൊക്കെ പറയുന്നത് പലതവണ നീ കേട്ടിട്ടില്ലേ? ഈ വീട്ടിലെ ആണുങ്ങളുടെയൊക്കെ പിരി ഇളകി കിടക്കുകയാണ്. ഉടനെ ഉരുളക്കുപ്പേരി പോലെ അനി വീണ്ടും പറയുകയാണ്, നല്ല രീതിയിൽ പിരി ഇളകി കിടക്കുന്ന ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. വേണു എന്നാണ് അയാളുടെ പേര്. ഉടനെ അനാമിക പൊട്ടിത്തെറിക്കുകയാണ്. നിന്റെ വീട്ടിലെ ആണുങ്ങളെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയല്ലേ? അതെ, ഉറപ്പായിട്ടും പൊള്ളും. ഈ വീട്ടിൽ ആണായിട്ടും ആണത്വമില്ലാതെ നടക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അബിയാണ്. ബാക്കിയുള്ളവരെല്ലാവരും ആണത്വമുള്ള ആണുങ്ങൾ തന്നെയാണ്. അവരെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു പറഞ്ഞിരിക്കും. അടുക്കളയിൽ കയറുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും പാല് കാച്ചുന്നതുമൊക്കെ നീ ഈ പറയുന്ന നിന്റെ ഏട്ടത്തിയാ. അപ്പോൾ അവരല്ലേ യഥാർത്ഥ പ്രതി? അതിന് അനി പറയുകയാണ്, വഴക്കിലൂടെയാണ് നയനേടത്തിയും ആദർശേട്ടനും പരിചയപ്പെട്ടത്. കല്യാണം കഴിഞ്ഞ ശേഷവും ആ വഴക്ക് കൂടുകയായിരുന്നു. എന്നാൽ ആ ആദർശേട്ടൻ ഇന്ന് നയനേടത്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം പിടിച്ചു വാങ്ങിയതേ കുറുക്കുവഴിയിലൂടെ ഒന്നുമല്ല, സ്വന്തം പ്രവൃത്തിയിലൂടെയാണ് എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ ഏട്ടത്തി ഇടം പിടിച്ചത്. അങ്ങനെയുള്ള നയനേടത്തിയെ നീയെന്നല്ല ആര് പ്രതിസ്ഥാനത്ത് നിർത്തിയാലും ഞാനും ആദർശേട്ടനും ഒന്നും സംശയിക്കില്ലൊരിക്കലും. പിന്നെ സംശയിക്കുന്നവർക്ക് വെറുതെ വായിട്ടലയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞ് അനി മുറിയിൽ നിന്നിറങ്ങിപ്പോകുമ്പോൾ വളരെ നിരാശയോടുകൂടി പദ്ധതികളെല്ലാം പാളിയ വിഷമത്തിൽ അനാമിക അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് നവ്യ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുമ്പിൽ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ്. ആ സമയത്ത് നവ്യയ്ക്ക് തൻ്റെ അമ്മയുടെ കോള് വരികയാണ്. ഉടൻ തന്നെ നവ്യ ഓടിച്ചൊന്ന് ഫോൺ എടുത്തിട്ട് മനസ്സിൽ പറയുകയാണ്, അമ്മ എന്തിനാണ് വിളിക്കുന്നത്? ഒരുപക്ഷെ അമ്മ എല്ലാം അറിഞ്ഞിട്ടായിരിക്കുമോ വിളിക്കുന്നത്? തുടർന്ന് ഹലോ അമ്മേ എന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ്, നവ്യമോളെ, ഇന്നലെ രാത്രിയിൽ ഞാനും നിൻ്റെ അച്ഛനും സുഖമായിട്ട് ഉറങ്ങി. കാരണം എൻ്റെ 2 മക്കളെയും അവരുടെ ഭർത്താക്കന്മാർ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ. അല്ല, നയനമോൾ എവിടെ? അതിന് വളരെ മ്ലാനതയോടുകൂടി നവ്യ മറുപടി പറയുകയാണ്, അപ്പുറത്തുണ്ടമ്മേ. ഞാൻ അന്വേഷിച്ചു എന്ന് പറയണേ. വീണ്ടും കനക ചോദിക്കുകയാണ്, അഭിമോൻ എവിടെയാണ്? പുറത്തേക്ക് പോയിരിക്കുകയാണമ്മേ. ഞാൻ വീണ്ടും പറയാം, നയനയുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയുമില്ല. പക്ഷേ കാലാവസ്ഥക്കനുസരിച്ച് മാറുന്ന സ്വഭാവമാണ് നിൻ്റേത്. അതുകൊണ്ട് നവ്യമോളെ, ഇനി അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. ഭർത്താവ് സ്നേഹിച്ചു തുടങ്ങിയാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരികെ സ്നേഹിക്കണം. ഇനി ഒരിക്കലും അവരുടെ സ്നേഹം നിങ്ങൾക്ക് 2 പേർക്കും നഷ്ടപ്പെടാത്ത രീതിയിൽ അവരെ സ്നേഹിച്ചു തുടങ്ങണം. നയനയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനുമില്ല. പക്ഷേ നീ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ചില സമയത്ത് നിന്റെ സ്വഭാവമേ പെട്ടെന്നങ്ങ് മാറുകയാണ്. അത് വേണ്ട എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ നവ്യ പറയുകയാണ്, ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ലമ്മേ. നവ്യയുടെ ഈ സംസാരം കേട്ടിട്ട് സംശയം തോന്നിയ അമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ നിന്റെ ശബ്ദത്തിൽ ഒരു പതർച്ച പോലെ? ഒന്നുമില്ലമ്മേ, ഇപ്പോൾ എഴുന്നേറ്റതല്ലേ ഉള്ളൂ. ഒരു കാര്യം പറഞ്ഞേക്കാം, കൂടുതൽ സമയമൊന്നും കിടന്നുറങ്ങിയേക്കരുത് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് അബിയുടെ കാര്യമൊക്കെ നോക്കിയേക്കണം. ഇപ്പം മോളുടെ അവസ്ഥയൊക്കെ അമ്മയ്ക്കറിയാം. എന്നാലും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. കാര്യമായിട്ടുള്ള മറുപടി ഒന്നുമില്ലാത്തത് കൊണ്ട് കനക വീണ്ടും ചോദിക്കുകയാണ്, നീ കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ? ഉടനെ കേൾക്കുന്നുണ്ടമ്മേ. ഓക്കെ, എന്നാൽ അമ്മ വെക്കട്ടെ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കനക ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ആ മുറിയിലേക്ക് അബി കയറി വരികയാണ്. എന്നിട്ട് അബി നവ്യയോട് പറയുകയാണ്, ഇന്നലെ രാത്രി നിനക്ക് തരുവാൻ പാല് കാച്ചിയത് നയനേടത്തിയാണ്. ശരിക്കും അവർ ചെയ്തത് എന്താണെന്ന് നിനക്കറിയാമോ? നിന്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാനാണ് അവർ ശ്രമിച്ചത്. ഉടനെ നവ്യ ചോദിക്കുകയാണ്, എന്താ അബി നീ പറഞ്ഞു വരുന്നത്? അതായത് നിനക്ക് തരുവാൻ കാച്ചിയ പാലാണ് അമ്മായി എടുത്ത് കുടിച്ചതെന്ന്. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്, അതിനുശേഷം എനിക്ക് പാല് വീണ്ടും കൊണ്ടു തന്നല്ലോ, അതിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. അത് അമ്മായി കുടിച്ചതിന് ശേഷം പിന്നീട് കാച്ചിക്കൊണ്ടുവന്ന പാലായിരിക്കാം. അതിനു മുമ്പ് നിനക്ക് തരുവാൻ വെച്ചിരുന്ന പാലിനകത്താണ് വിഷം ചേർത്തത്. അത് കേട്ടിട്ട് നവ്യ പറയുകയാണ്, ഒരിക്കലും നയന എൻ്റെ കുഞ്ഞിനെ കളയുവാൻ വേണ്ടി ഒന്നും ചിന്തിക്കില്ല. അവളെക്കുറിച്ച് മുൻപെനിക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ ജീവിതം നന്നായി പോകണം എന്നാഗ്രഹിക്കുന്നതിനേക്കാൾ എൻ്റെ ജീവിതം നന്നായിട്ട് പോകണം എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അബി പറയുകയാണ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഉടനെ നവ്യ അബിയോട് ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ, നീ ഇന്നലെ എന്നോട് കാണിച്ച സ്നേഹം അത് ആത്മാർത്ഥമായിട്ടായിരുന്നു? അപ്പോൾ അബി പറയുകയാണ്, ആത്മാർത്ഥമായിട്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ എന്തോ എനിക്കതങ്ങോട്ട് ദഹിക്കുന്നില്ല. നവ്യ പറയുന്നു, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വലിയ പ്രതീക്ഷയിലാണ്.
ഇന്നലെ രാത്രിയിൽ അവർ സുഖമായി കിടന്നുറങ്ങിയെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അബി ചോദിക്കുകയാണ്, നമ്മുടെയൊക്കെ ഉറക്കം പോയില്ലേ? ഇന്നലെ രാത്രിയിൽ ആരാണ് ഇവിടെ സുഖമായിട്ട് ഉറങ്ങിയത്? നവ്യ പറയുകയാണ്, അബി, വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് ഭർത്താവ് തരുന്ന സ്നേഹത്തെക്കാൾ അപ്പുറം ഒന്നുമില്ല. പഴയ കാലമല്ല ഇന്നത്തെ കാലം. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുകൂടുന്നത്. അവരുടെ പ്രണയം, അവരുടെ സ്നേഹം ഇതൊക്കെ നശിപ്പിക്കുന്നത് ബന്ധുക്കളുടെ കാര്യം പറഞ്ഞിട്ടാണ്. നീ ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ എന്നോട് പറയുന്നത്? അപ്പോൾ നവ്യ പറയുകയാണ്, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. അന്നൊക്കെ ഈ വീട് തന്നെയായിരുന്നു എനിക്ക് സ്വർഗം. കാരണം ഇത്രയും സുഖസൗകര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല. എന്നാൽ നയനയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. അതിനുശേഷം നീ എന്നെ പാർക്കിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഒരുപക്ഷെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഏറ്റവും അധികം സന്തോഷിച്ച ദിവസം അതായിരിക്കും. കാരണം ആ കുഞ്ഞിൻ്റെ അമ്മ അത്രയ്ക്ക് ഇന്നലെ സന്തോഷിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴേക്കും അബി കുനിഞ്ഞ ശിരസോടുകൂടി നിന്ന് ചിന്തിക്കുകയാണ്, പക്ഷേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഏറ്റവും അധികം ദുഃഖിച്ച ദിവസമാണടി ഇന്നലെ. അബിയുടെ ഈ കുനിഞ്ഞുള്ള നിപ്പ് കണ്ടുകൊണ്ട് നവ്യ ചോദിക്കുകയാണ്, നീ എന്താണ് ഇത്ര ആലോചിക്കുന്നത്? അപ്പോൾ അബി പറയുന്നു, ദേ, നീ വെറുതെ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ് എൻ്റെ മൂഡ് കളയരുത്. അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ വിഷമത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ നവ്യ പറയുകയാണ്, എനിക്ക് സംശയമുണ്ട്. ആ പാല് ഞാൻ കുടിക്കേണ്ടതിന് മനഃപൂർവ്വം അതിലാരോ വിഷം കലർത്തിയതാണ്. എങ്ങനെയോ ആ പാല് മാറിപ്പോയതാണ്. ആ പാല് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ കുടിക്കാതിരുന്നത്. എടി, നിന്റെ അനിയത്തി എന്ന് പറയുന്നവൾ വെറുമൊരു ഫ്രോഡാണ്. അവളെ അവളുടെ അമ്മായിയമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. ആ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എൻ്റെ അമ്മായിയെ അവൾ കിടത്തിയത്. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കോപത്തോടെ അബി മുറി വിട്ട് പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ഒരുമിച്ചിരിക്കുന്നതാണ്. അവരുടെ അടുക്കിലേക്ക് ജലജ എത്തുന്നു. ജലജ എത്തിയിട്ട് ചോദിക്കുകയാണ്, അച്ഛനും അമ്മയും ഇതൊന്നും കാണുന്നില്ലേ? അപ്പോൾ മൂർത്തി സാർ ചോദിക്കുകയാണ്, എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? ഒരുത്തൻ മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ ഭാര്യ അതൊന്നും അറിയാത്തതുപോലെയാണ്. ഏതു നേരവും അവനൊപ്പം കൊഞ്ചിക്കൊഴയുകയാണ്. ആരുടെ കാര്യമാണ് നീ ഈ പറയുന്നത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ, അയ്യോ, എൻ്റെ മകൻ്റെയും മരുമകളുടെയും കാര്യമാണ്. അവരെ പറഞ്ഞു തിരുത്താൻ നിനക്ക് കഴിയില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, എൻ്റെ മകനോട് എനിക്ക് പറയാൻ കഴിയും, പക്ഷേ എൻ്റെ മരുമകൾ, അവളോട് എനിക്ക് പറയാൻ പറ്റുമോ? അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ എന്നെ തല്ലും. ഈ സമയത്ത് അബിയും നവ്യയും അവിടേക്ക് വരികയാണ്. ഇത് കണ്ടുകൊണ്ട് ജലജ പറയുന്നു, ആ വരുന്നുണ്ട്. അബി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, എടാ, നിന്റെ അമ്മയ്ക്ക് ഒരു പരാതി. നീ മാലയിട്ടതിന് ശേഷം വ്രതശുദ്ധി പാലിക്കാതെയാണ് മുൻപോട്ട് പോകുന്നതെന്ന്. അത് കേട്ടിട്ട് നവ്യ മുത്തശ്ശനോട് പറയുകയാണ്, ചില നേരത്ത് അത് മറന്നുപോയി എന്നുള്ളത് സത്യമാണ് മുത്തശ്ശ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇവൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്. അന്നേരം ഇവൻ സാമിയാണ് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയതാണ്. മാലയിട്ടവന് ആ ബോധം വേണ്ടേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അബി പറയുകയാണ്, മാലയിടുന്നതിന് മുൻപ് ഞാനിവളെ വെറുത്തിട്ടേ ഉള്ളൂ, ഇവളെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് മാലയിട്ടതിന് ശേഷം ആ സ്വഭാവത്തിന് മാറ്റം വരുത്താം എന്ന് ഞാൻ വിചാരിച്ചത്. ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ വേണമല്ലോ മുത്തശ്ശ മല ചവിട്ടാൻ. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, അത് നല്ല കാര്യമാണ്, പക്ഷേ ആ സമയത്ത് പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട്, അതൊരിക്കലും തെറ്റിക്കാൻ പാടില്ല. അതിന് നവ്യ പറയുകയാണ്, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശ. അപ്പോൾ മുത്തശ്ശി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ മുൻപിൽ പോയി രണ്ടാളും മാപ്പ് പറഞ്ഞോണം. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് നവ്യ അവിടുന്ന് നടന്നു നീങ്ങുകയാണ്. ഉടനെ ജലജ മുത്തശ്ശനോടും മുത്തശ്ശിയോടുമായിട്ട് പറയുകയാണ്, ഇവരെ മാത്രം കുറ്റം പറയണ്ട, ഇവിടെ വേറൊരുത്തി ഉണ്ടല്ലോ, നയന. അപ്പോൾ മുത്തശ്ശി, ആദർശും നയനയും രണ്ടു മുറിയിലാണല്ലോ കിടക്കുന്നത്, അതുകൊണ്ടൊന്നും കാര്യമില്ലമ്മേ, രണ്ടും കൂടി കൊഞ്ചിക്കുഴയുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. ഉടനെ മുത്തശ്ശൻ, നീ കാണാത്ത പല കാര്യങ്ങളും കാണുമല്ലോ, പ്രത്യേകിച്ച് നയനയുടെയും ആദർശിൻ്റെയും കാര്യത്തിൽ. നവ്യ നയനയേക്കാൾ മൂത്തതാണെങ്കിലും പക്വതയുടെ കാര്യത്തിൽ നയന ചേച്ചിക്ക് മുകളിലാണ്. അതുകൊണ്ട് ആദർശിൻ്റെയും നയനയുടെയും കാര്യത്തിൽ എനിക്ക് പേടിയില്ല. നീ നിന്റെ മരുമകളുടെയും മകൻ്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി. ഇത് കേട്ടിട്ട് കോപത്തോടുകൂടി ജലജയുടെ മനസ്സിൽ താനിങ്ങനെ മന്ത്രിക്കുകയാണ്. ഇന്ന് എല്ലാത്തിനും തിരിച്ചടി കിട്ടുന്ന ദിവസമാണ്. തുടർന്ന് കാണിക്കുന്നത് നയനയും നവ്യയും തമ്മിലുള്ള സംഭാഷണമാണ്. നവ്യ നയനയോട് പറയുകയാണ്, നിന്നെയാണ് എല്ലാവരും സംശയിക്കുന്നത്, ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചിരിക്കുന്നത്. അപ്പോൾ നയന പറയുകയാണ്, ഞാനല്ല അത് ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ പ്രതികൾ വേറെയാണ്. അപ്പോൾ നവ്യ പറയുകയാണ്, നീ ഒന്ന് ആലോചിച്ച് നോക്ക് നയനെ, എനിക്ക് തരുവാൻ വേണ്ടി നീ പാല് കാച്ചി വെച്ചതാണ്. ആ പാലാണ് ആദർശേട്ടൻ്റെ അമ്മ എടുത്ത് കുടിച്ചത്. ആദർശേട്ടൻ്റെ അമ്മ ആ പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ ആ പാല് നീ എനിക്ക് തരുമായിരുന്നു, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പോവുകയും ചെയ്യുമായിരുന്നു. ഇത് കേട്ടിട്ട് വളരെ സങ്കടത്തോടുകൂടി നയന നവ്യയോട് ചോദിക്കുകയാണ്, ചേച്ചിക്ക് ആരെയാണ് സംശയം? അപ്പോൾ നവ്യ പറയുകയാണ്, എൻ്റെ സംശയം എൻ്റെ ഭർത്താവിനെയും അമ്മായിയമ്മയും തന്നെയാണ്. അതെന്താണ് അങ്ങനെ എന്ന് നയന ചോദിക്കുമ്പോൾ,
ഇന്നലെ അവൻ എന്നോട് ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സ്നേഹമായിരുന്നു കാണിച്ചത്. എന്നെ വീട്ടിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു, പുറത്തൊക്കെ ചുറ്റി, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അവൻ ഇത്ര പെട്ടെന്നൊരു മാറ്റമുണ്ടാകുവാൻ വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ സ്നേഹത്തിന് ഇപ്പോൾ മാറ്റമുണ്ടായോ എന്ന് നയന ചോദിക്കുമ്പോൾ ഇന്നവൻ എന്നോട് വലിയ സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് ചേച്ചി വിഷം കഴിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള സ്നേഹപ്രകടനമായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നതല്ലേ? അതിനാണ് സാധ്യത എന്ന് നവ്യ പറഞ്ഞിട്ട് പറയുകയാണ്. അവനല്ല എങ്കിൽ പിന്നെ സംശയിക്കേണ്ടത് ആ അനാമികയും അവളുടെ അമ്മയുമാണ്. 2 ദിവസം മുമ്പ് ഞാനാണല്ലോ പായസം പരസ്പരം മാറ്റിയിട്ട് അവർക്ക് പണി കൊടുത്തത്. അതിൻ്റെ പ്രതികാരം ചെയ്തതാണോ എന്ന് പറയാനും പറ്റില്ല. എങ്കിലും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നയന ചോദിക്കുമ്പോൾ അതും അതിൻ്റെ അപ്പുറവും ചെയ്യും അബിയും അബിയുടെ അമ്മയും ഒക്കെ എന്ന് നവ്യ. അതുപോലെ തന്നെ അനാമികയും അവളുടെ വീട്ടുകാരും അത്ര നല്ല പുള്ളികളുമൊന്നുമല്ല. ഇതൊക്കെ കേട്ടിട്ട് എങ്കിലും ഇപ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എൻ്റെ നേരെയല്ലേ എന്ന് നയന ചോദിക്കുമ്പോൾ നിന്നെ ആദർശേട്ടനും അച്ഛനുമൊന്നും സംശയമില്ലല്ലോ എന്ന് നവ്യ. ഒട്ടുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനല്ലല്ലോ പാല് കാച്ചി വെച്ചിരുന്നത്. പിന്നെ ഒരിക്കലും ഞാൻ വിഷം കലർന്ന പാല് ചേച്ചിക്ക് നൽകില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സത്യസന്ധമായി വിലയിരുത്തുന്നവർ എന്നെ ഒരിക്കലും പ്രതിയായി കാണില്ല. ഇത് നയന പറയുമ്പോൾ നവ്യ പറയുകയാണ്, പക്ഷേ തെറ്റ് ചെയ്തവർ രക്ഷപ്പെടുവാൻ വേണ്ടി എന്ത് കഥകളും ഉണ്ടാക്കും. അവരുടെ കഥകളിലെ വില്ലത്തി നീയാണ്. ഇനിയിപ്പോൾ ആരും ആ പാലിൽ മനഃപൂർവ്വം വിഷം കലർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രതിയായി കാണേണ്ടത് ദൈവത്തെയാണ്. ഉടനെ നയന ചോദിക്കുകയാണ്, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? നിന്റെ യാത്ര മുടക്കി നിന്റെ സകല സന്തോഷങ്ങളും തല്ലിക്കെടുത്തിയത് നിന്റെ അമ്മായിയമ്മയാണ്. എന്നു മാത്രവുമല്ല, മണ്ഡലകാലത്ത് മനഃപൂർവ്വം ആദർശേട്ടനെ കൊണ്ട് 40 ദിവസത്തെ വ്രതവും എടുപ്പിച്ചു. അതുകൊണ്ട് ദൈവം തന്നെ നിന്റെ അമ്മായിയമ്മയെ ശിക്ഷിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നയന പറയുകയാണ്, അതിന് സ്വന്തം മകനെ കൊണ്ട് ഒരമ്മ വ്രതമെടുപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ അത്ര വലിയ തെറ്റാണോ ചേച്ചി? അല്ല, പക്ഷേ ഇവിടെ അവർ സ്വന്തം മകനെ കൊണ്ട് കരുതിക്കൂട്ടി എല്ലാം ചെയ്യിച്ചതല്ലേ. അതുകൊണ്ട് ദൈവം അവരെ ഒന്ന് പരീക്ഷിച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നവ്യ പറയുകയാണ്, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. അമ്മ ആരോഗ്യത്തോടെ എത്രയും പെട്ടെന്ന് തിരികെ വരണം, അല്ലെങ്കിൽ ആ വീടിൻ്റെ താളം തെറ്റിപ്പോകും ചേച്ചി. തുടർന്ന് കാണിക്കുന്നത് ആദർശിൻ്റെയും അച്ഛൻ്റെയും മുൻപിലിരിക്കുന്ന ഡോക്ടറെയാണ്. ഡോക്ടർ പറയുകയാണ്, എത്രയും പെട്ടെന്ന് സാറിൻ്റെ വൈഫിൻ്റെ ബ്ലഡ് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് പുതിയ ബ്ലഡ് കയറ്റണം. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, ഡോക്ടർ അതിനുശേഷം കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? അതിന് ഡോക്ടറുടെ മറുപടി, മിക്ക ഓർഗൻസിനെയും വിഷം ബാധിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് കൊണ്ടുവന്നത് കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ കിഡ്നിയും ലിവറും ഒക്കെ ഡാമേജ് ആകുമായിരുന്നു. ഇപ്പോൾ തന്നെ ചെറിയ കുഴപ്പങ്ങളുണ്ട്. എന്തായാലും മലയ്ക്ക് പോകാൻ മാലയിട്ടേക്കുകയല്ലേ, ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ജയൻ പറയുകയാണ്, ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആ വീടിൻ്റെ മൊത്തത്തിലുള്ള താളം തന്നെ തെറ്റിക്കും ഡോക്ടർ. ഇപ്പോൾ തന്നെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് എല്ലാവരും കടുത്ത വേദനയിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ഷോക്ക് കൂടി താങ്ങുവാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ദേവയാനിയോട് ഞാൻ സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് വിഷം ഉള്ളിൽ ചെന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവർക്കറിയില്ല. പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്ന് സൂയിസൈഡിനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇനി ഒന്നും വിശ്വസിച്ച് കഴിക്കാനോ കുടിക്കാനോ പറ്റാത്ത അവസ്ഥയാവും. അത് വളരെ ദയനീയമാണ്. എന്തായാലും അനന്തപുരി തറവാടിൻ്റെ യശസ്സിന് കോട്ടം തട്ടുന്ന ഒരു വാർത്തകളും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോവില്ല. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുകയാണ്, ശരി ഡോക്ടർ, ഞങ്ങളും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിൻ്റെ ആഘാതം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, ഡോക്ടർ അമ്മയുടെ കാര്യത്തിൽ ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ? അപ്പോൾ ഡോക്ടറുടെ മറുപടി, അങ്ങനെ ഒരു ഉറപ്പ് പറയുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ. ഇത് കേട്ടപ്പോഴേക്കും ആദർശിൻ്റെയും അച്ഛൻ്റെയും മുഖം വല്ലാതെ വാടുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ഓക്സിജൻ മാസ്കൊക്കെ മുഖത്ത് കടുപ്പിച്ച് മരണത്തോട് മല്ലടിച്ച് ICU യൂണിറ്റിനുള്ളിൽ കിടക്കുന്ന ദേവയാനിയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പത്തരമാറ്റ് എന്ന സീരിയൽ വളരെ ഉദ്വേഗജനകമായ തലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സീരിയലിൻ്റെ കൃത്യമായ റിവ്യൂ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന് ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.